ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ പുതിയ SCERT പുസ്തകമാണ് എടുക്കുന്നത്. 9ാം ക്ലാസ്സിലെ ജോഗ്രഫി 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന ചാപ്റ്ററാണ്. വലിയൊരു ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. സാമ്പത്തിക പ്രവർത്തനങ്ങളെ സമ്പദ്ഘടനയിലെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് പ്രാഥമിക മേഖലയാണ്, പ്രൈമറി സെക്ടർ. 3 മേഖലകളെ പറ്റിയും നമ്മൾ പഴയ SCERTയിൽ ചർച്ച ചെയ്തതാണ്. എങ്കിലും പുതിയ SCERTയിൽ എന്തൊക്കെ പുതിയ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് നോക്കാം. പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രാഥമിക മേഖലയുടെ മുഖ്യ സവിശേഷതയാണ്. പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുള്ള കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതുകൊണ്ട് പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. പ്രാഥമിക മേഖലയെ അഗ്രികൾച്ചർ സെക്ടർ എന്നും അറിയപ്പെടുന്നു. ഇനി നമുക്ക് NSO എന്താണ് എന്ന് നോക്കാം. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. മുമ്പ് നിലനിന്നിരുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും ചേർന്ന് 2019 രൂപീകൃതമായതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, NSO. NSO എന്നത് CSOയും NSSOയും കൂടി ചേർന്നിട്ട് രൂപീകൃതമായതാണ്. 2019 NSO രൂപീകൃതമാകുന്നത്. ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് NSO. NSOയുടെ ഫംഗ്ഷനാണ് പറയുന്നത്. എന്താണ്? ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിനും സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും സാമ്പത്തിക വളർച്ച നിരീക്ഷിക്കുന്നതിനും NSO നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കുന്നു. NSO നൽകുന്ന വിവരങ്ങൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിന്, സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന്, സാമ്പത്തിക വളർച്ച നിരീക്ഷിക്കുന്നതിന്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ തയ്യാറാക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO സമ്പദ്ഘടനയിലെ ഓരോ മേഖലയിലും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് ആണ്. എന്തൊക്കെയാണ്? ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും, ബാങ്കിങ്, ഇൻഷുറൻസ്, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യവസായം, വിദ്യാഭ്യാസം, കന്നുകാലി വളർത്തൽ, റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യം, ജലവിതരണം, വനം. ഈ ലിസ്റ്റിൽ തന്നിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത്, തൃതീയ മേഖലയിൽ, ദ്വിതീയ മേഖലകളിൽ ഉൾപ്പെടുന്നതൊക്കെ ഓരോ ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ അത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നേക്കുന്നത് പ്രാഥമിക മേഖലയുടെ ഡയഗ്രാം പൂർത്തിയാക്കാനാണ്. അപ്പം ഇതിൽ ഓൾറെഡി ഖനനവും മത്സ്യബന്ധനവും അതുപോലെ പാറ പൊട്ടിക്കലും തന്നിട്ടുണ്ട്. അത് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ഈ ലിസ്റ്റിൽ നിന്നും എന്തൊക്കെ എടുത്തെഴുതാം? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും എഴുതാം. അതുപോലെ കന്നുകാലി വളർത്തൽ, പിന്നുള്ളത് ഏതാണ്? വനം. ഇത്രയുമാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഖനനം, മത്സ്യബന്ധനം, പാറ പൊട്ടിക്കൽ, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, കന്നുകാലി വളർത്തൽ, വനം. പ്രാഥമിക മേഖല എന്താണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. നമുക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങളും മറ്റു ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളും ലഭ്യമാക്കുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. ഇനി ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്താണ് എന്ന് നോക്കാം. വ്യവസായം, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. വ്യവസായം, നിർമ്മാണം പോലെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ദ്വിതീയ മേഖലയിലാണ്. വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതുകൊണ്ട് തന്നെ ദ്വിതീയ മേഖലയെ വ്യവസായ മേഖല എന്നും വിളിക്കുന്നു. പ്രാഥമിക മേഖലയുടെ മറ്റൊരു പേര് കാർഷിക മേഖല എന്നും ദ്വിതീയ മേഖല വ്യവസായ മേഖല എന്നുമാണ്. ഇനി ഡയഗ്രാം പൂർത്തിയാക്കാനാണ്. ഇവിടെ വൈദ്യുതിയും ഗ്യാസും തന്നിട്ടുണ്ട്. അതുകൂടാതെ ഏതൊക്കെ വരുമെന്നുള്ളതാണ്. ഇനി 3 എണ്ണം കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ വ്യവസായം, നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്, വ്യവസായം വരുന്നുണ്ട്. പിന്നുള്ളത് ജലവിതരണം. ജലവിതരണം വരുന്നതും ദ്വിതീയ മേഖലയിലാണ്. എന്തൊക്കെയാണ് ദ്വിതീയ മേഖലയിൽ വരുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ? ദ്വിതീയ മേഖലയിൽ വരുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പറയുന്നത്. വൈദ്യുതി, ഗ്യാസ്,
നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യവസായം, ജലവിതരണം. ഇനി തൃതീയ മേഖലയെ പറ്റി നോക്കാം. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങി എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കാര്യക്ഷമമാക്കുന്നത് തൃതീയ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ സേവന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്ന തൃതീയ മേഖലയാണ്. അതുകൊണ്ട് തന്നെ തൃതീയ മേഖല സേവന മേഖല എന്നും അറിയപ്പെടുന്നു. സേവന മേഖല എന്നും തൃതീയ മേഖലയ്ക്ക് പേരുണ്ട്. ഇവിടെ ഗതാഗതം, അതുപോലെ വാർത്താവിനിമയം, വ്യാപാരവും വാണിജ്യവും ഇത്രയുമാണ് ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ലിസ്റ്റിൽ നിന്ന് എന്തൊക്കെ ഇവിടെ എടുത്തെഴുതാമെന്ന് നോക്കാം. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും, ബാങ്കിങ്, ഇൻഷുറൻസ്, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇത്രയും കൂടി ഈ ഒരു ഡയഗ്രത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. വിദ്യാഭ്യാസം, ആരോഗ്യം, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ബാങ്കിങ്, ഇൻഷുറൻസ്, ഗതാഗതം, വാർത്താവിനിമയം, വ്യാപാരവും വാണിജ്യവും ഒക്കെ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് ഈ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ കാർഷിക മേഖലയിലെ കരിമ്പ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ മറ്റ് രണ്ട് മേഖലകളും എങ്ങനെയൊക്കെ സഹായിക്കുന്നു? കാർഷിക മേഖലയിലെ കരിമ്പ് ഉൽപ്പാദനത്തിന് വേണ്ടി ദ്വിതീയ മേഖലയിൽ നിന്നും സ്വീകരിക്കുന്നവ എന്താണ്? യന്ത്രസാമഗ്രികൾ, വളങ്ങളാണ്. തൃതീയ മേഖലയിൽ നിന്നും ഗതാഗത സൗകര്യവും സാമ്പത്തിക സഹായവും സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ഡയഗ്രമാണ് കാണിച്ചിട്ടുള്ളത്. ഉൽപ്പാദന ഘടകങ്ങളെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം എന്ന് വിളിക്കുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഉൽപ്പാദക ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ്. ഉൽപ്പാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപ്പാദക ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയ വിതരണം, ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഉപഭോക്താവ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായിട്ട് വിനിയോഗിക്കുകയും മിച്ചം വരുന്നത് കരുതൽ ധനമായിട്ട് മാറ്റിവെക്കുകയും ചെയ്യുന്നു. അതാണ് സമ്പാദ്യം. കരുതൽ ധനമായിട്ട് മാറ്റിവെക്കുന്നതാണ് സമ്പാദ്യം. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനം ഉപഭോഗം എന്നും അറിയപ്പെടുന്നു. ഇത്തരത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളായിട്ടുള്ള ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവ ത്വരിതപ്പെടുത്തുമ്പോഴാണ് സമ്പദ് വ്യവസ്ഥ പുരോഗതി കൈവരിക്കുന്നത്. ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം. ഇനി നമ്മൾ നോക്കുന്നത് ദേശീയ വരുമാനം, നാഷണൽ ഇൻകം ആണ്. സാമൂഹിക സാമ്പത്തിക സർവേയുടെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാന കണക്കുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കാറുണ്ട്. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഒരു വർഷം കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ മാർഗങ്ങളിലൂടെ, ചിലപ്പോൾ ശമ്പളമാകാം, മറ്റ് തൊഴിലുകൾ, ആസ്തി, ബാങ്ക് നിക്ഷേപങ്ങൾ, അതിലൂടെയൊക്കെ ലഭിക്കുന്ന മൊത്തം വരുമാനമാണ് ആ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം. അതുപോലെ ഒരു രാജ്യത്തിന് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു വർഷത്തെ ആകെ വരുമാനത്തെ രാജ്യത്തിൻ്റെ വാർഷിക വരുമാനമെന്ന് പറയുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. ദേശീയ വരുമാനത്തെ നമുക്ക് എങ്ങനെ പറയാം? രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം എന്നത് ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഈ ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങൾ, സേവനങ്ങൾ, ഇതിൻ്റെയൊക്കെ പണമൂല്യത്തെയാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമെന്ന് വിളിക്കുന്നത്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപഭോഗ വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെ അന്തിമ സാധനങ്ങൾ എന്നും അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെ ഇടനില വസ്തുക്കൾ, ഇടനില സാധനങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപഭോഗ വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് ഫൈനൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനിയും മറ്റൊരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തെ എന്താണ്? ഇടനില വസ്തുക്കൾ, ഇടനില സാധനങ്ങൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ദേശീയ വരുമാനം എങ്ങനെയൊക്കെയാണ് കണക്കാക്കുന്നത്? ഉൽപ്പന്ന രീതിയുണ്ട്, വരുമാന രീതി, ചെലവ് രീതി. ഈ 3 രീതികളാണ് ഇനി നോക്കുന്നത്.
ആദ്യം നോക്കുന്നത് ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്ന രീതിയെയാണ് ഉൽപ്പന്ന രീതി എന്ന് വിളിക്കുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കിയിട്ട് വരുമാനം കണക്കാക്കുന്ന രീതിയെ ഉൽപ്പന്ന രീതി എന്നാണ് വിളിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന എത്രത്തോളമാണ് എന്ന് തിരിച്ചറിയുന്നതിനും അതത് മേഖലകൾക്ക് അർഹമായിട്ടുള്ള പ്രാധാന്യം ഉറപ്പുവരുത്തുന്നതിനും ഈ ഒരു രീതി സഹായിക്കുന്നു. H1, H2, H3, H4, etc. പ്ലസ് Hn എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് ദേശീയ വരുമാനമെന്ന് കാണിച്ചേക്കുകയാണ്. ഇനി വരുമാന രീതി, ഇൻകം മെത്തേഡ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദക ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, ഉൽപ്പാദക ഘടകങ്ങൾ നമ്മൾ പഴയ SCERT പഠിച്ചതാണ്. ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായിട്ടുള്ള പാട്ടം, വേതനം, പലിശ, ലാഭം തുടങ്ങിയവയുടെ പണമൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയെയാണ് വരുമാന രീതി എന്ന് വിളിക്കുന്നത്. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം ഇത് ഉൽപ്പാദക ഘടകങ്ങളാണ്. ഇവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ: ഭൂമിക്ക് ലഭിക്കുന്നത് പാട്ടം, തൊഴിലിന് വേതനം, മൂലധനത്തിന് പലിശ, സംഘാടനത്തിന് ലാഭം. ഇതിൻ്റെ പണമൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയെ വരുമാന രീതി എന്ന് വിളിക്കുന്നു. അതായത് ദേശീയ വരുമാനം സമം R+W+I+P എന്ന് പറയാം. എന്ന് വെച്ചാൽ R എന്താണ്? റെൻറ്റ്, W വേജ്, I ഇൻട്രസ്റ്റ്, P പ്രോഫിറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് ദേശീയ വരുമാനം എന്ന് കാണിച്ചേക്കുകയാണ്. രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിൽ ഓരോ ഉൽപ്പാദക ഘടകങ്ങൾക്കും ലഭിക്കുന്ന വരുമാനം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ രീതി നമ്മെ സഹായിക്കുന്നു. വരുമാന രീതി നമ്മെ സഹായിക്കും. വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് മൊത്ത ദേശീയ വരുമാനമാണ്, ഗ്രോസ് നാഷണൽ ഇൻകം ആണ്. വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി എന്ന് പറഞ്ഞു. ഇനി നോക്കുന്നത് ചെലവ് രീതിയാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയെയാണ് ചെലവ് രീതി എന്ന് പറയുന്നത്. ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെലവിനൊപ്പം നിക്ഷേപവും ചെലവായാണ് പരിഗണിക്കപ്പെടുന്നത്. ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ, എക്കണോമിക്സിൽ സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെലവിനൊപ്പം നിക്ഷേപവും എന്താണ്? ചെലവായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ് എന്നിവയോടൊപ്പം സർക്കാർ ചെലവും അറ്റ കയറ്റുമതി മൂല്യം, നെറ്റ് എക്സ്പോർട്ട് വാല്യൂ കൂടി ചേർന്നാണ് രാജ്യത്തിൻ്റെ ആകെ ചെലവ് എന്ന് പറയുന്നത്. ദേശീയ വരുമാനം C+I+G+H-M ആണ്. ഇവിടെ C എന്ന് പറയുന്നത് ഉപഭോഗ ചെലവ്, കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ്. അതുപോലെ I എന്ന് പറയുന്നത് നിക്ഷേപ ചെലവ്. പിന്നെ G എന്താണ്? സർക്കാർ ചെലവ്. H-M എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസമാണ്. H എന്ന് പറയുന്നത് കയറ്റുമതി, M എന്ന് പറയുന്നത് ഇറക്കുമതി. അപ്പം കയറ്റുമതി ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസമാണ് H-M എന്ന് വെച്ചാൽ നെറ്റ് എക്സ്പോർട്ട് അവിടെ കാണിച്ചിട്ടുള്ളത്, അറ്റ കയറ്റുമതിയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ചെലവ് രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഉപഭോഗ ചെലവിൻ്റെയും സർക്കാർ ചെലവിൻ്റെയും നിക്ഷേപ ചെലവിൻ്റെയും അറ്റ കയറ്റുമതിയുടെയും കൂടി ടോട്ടലാണ്. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. കോളത്തിൽ കൊടുത്തിട്ടുണ്ട് സർക്കാർ ചെലവ് എന്താണ്, ഉപഭോഗ ചെലവ് എന്താണ് എന്നൊക്കെ. ആദ്യം സർക്കാർ ചെലവ്. ജനക്ഷേമം ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി വരുന്ന ചെലവിനെയാണ് സർക്കാർ ചെലവ് അഥവാ പൊതുചെലവ് എന്ന് വിളിക്കുന്നത്. ജനക്ഷേമം ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന ചെലവാണ്. സർക്കാർ ചെലവുകളെ വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ എന്നിങ്ങനെ തരംതിരിക്കുകയും ചെയ്യാം.
ഇനി ഉപഭോഗ ചെലവ്. ഉപഭോക്താക്കൾ ഉപഭോഗത്തിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന മൊത്തം തുകയെയാണ് ഉപഭോഗ ചെലവ് എന്ന് വിളിക്കുന്നത്. അടുത്തത് നിക്ഷേപ ചെലവ്. മൂലധന ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യവസായ യൂണിറ്റുകളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചെലവാക്കുന്ന മൊത്തം ചെലവിനെയാണ് നിക്ഷേപ ചെലവ് എന്ന് വിളിക്കുന്നത്. മൂലധന ഉൽപ്പന്നങ്ങളുടെ മേലെ വ്യവസായ യൂണിറ്റുകളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചെലവാക്കുന്ന മൊത്തം ചെലവിനെയാണ് നിക്ഷേപ ചെലവെന്ന് വിളിക്കുന്നത്. ഭൂമിക്ക് വേണ്ടിയുള്ള ചെലവ്, യന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് തുടങ്ങിയൊക്കെ നിക്ഷേപ ചെലവിന് ഉദാഹരണങ്ങളാണ്. അറ്റ കയറ്റുമതികൾ, നെറ്റ് എക്സ്പോർട്ട്സ് എന്താണ്? രാജ്യത്തിൻ്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് അറ്റ കയറ്റുമതി എന്ന് അറിയപ്പെടുന്നത്. ഉൽപ്പന്ന രീതിയിലൂടെ രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യവും വരുമാന രീതിയിലൂടെ മൊത്ത ദേശീയ വരുമാനവും ചെലവ് രീതി പ്രകാരം മൊത്ത ദേശീയ ചെലവും നമുക്ക് ലഭിക്കും. ഈ 3 രീതികളിലൂടെയും ദേശീയ വരുമാനം കണക്കാക്കി കഴിഞ്ഞാൽ ഒരേ ഫലം തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക. ദേശീയ വരുമാനം മൊത്ത ഉൽപ്പന്നത്തിൻ്റെയും മൊത്ത വരുമാനത്തിൻ്റെയും മൊത്ത ചെലവിൻ്റെ അടിസ്ഥാനത്തിന് കണക്കാക്കി കഴിഞ്ഞാൽ ഫലം ഒന്ന് തന്നെ ആയിരിക്കും. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഇനി നോക്കാൻ പോകുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെ പറ്റിയാണ്. ആദ്യം നോക്കുന്നത് GDP, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്താണ്? ഒരു സാമ്പത്തിക വർഷത്തിൽ, ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ GDP എന്ന് വിളിക്കുന്നത്. ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ ഉള്ളതും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ളതുമായിട്ടുള്ള ഭൂപ്രദേശമാണ് ആഭ്യന്തര അതിർത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു ആഭ്യന്തര അതിർത്തിക്ക് ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങൾ, അതുപോലെ സേവനങ്ങൾ, ഇതിൻ്റെയൊക്കെ ആകെ പണമൂല്യത്തെയാണ് GDP എന്ന് വിളിക്കുന്നത്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം, ഇതൊന്നും ഇതിൽ ഉൾപ്പെടുത്തത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ, വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടെ സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുത്തത്തില്ല. ഇന്ത്യയിൽ നിന്നും വിദേശത്ത് ഉള്ള കാര്യങ്ങൾ GDPയിൽ ഉൾപ്പെടുത്തത്തില്ല. ഇനി GNP നോക്കാം. ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്നും നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്നും വിദേശികളും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്നും നേടുന്ന വരുമാനം, ഇവിടെ വിദേശികൾ കാണുമല്ലോ ഇന്ത്യയിൽ, അപ്പോൾ ആ വരുമാനം, ആ വിദേശികൾ നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ മൊത്ത ദേശീയ ഉൽപ്പന്നം കിട്ടും, GNP കിട്ടും. അതായത് ഒരു സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നമെന്ന് പറയാം. GDP എന്നത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്ക് ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം. എങ്കിൽ GNP എന്താണ്? വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്ഥാപനങ്ങളുടെയും കൂടി വരുമാനം കൂട്ടുന്നതും അതുപോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന വിദേശികളുണ്ടല്ലോ അവരുടെ വരുമാനം കുറയ്ക്കുന്നതും കൂടെ കിട്ടുന്നതാണ് GNP. ഇനി നമുക്ക് ആ ബോക്സ് നോക്കാം. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തി ഏതൊക്കെയാണ്? വ്യോമ അതിർത്തി വരുന്നുണ്ട്, ജല അതിർത്തിയുണ്ട്, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വരുന്നതാണ്. രാജ്യത്തിൻ്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ, മത്സ്യബന്ധനം നടത്തുന്നതോ കടലിന് അടിത്തട്ടിലുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗം, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ ഒക്കെ ഒരു രാജ്യത്തെ സാമ്പത്തിക അതിർത്തിയായിട്ട് കണക്കാക്കാം. എന്നാൽ ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ എന്നിവ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. നമ്മൾ നോക്കിയത് GNPയും GDPയുമാണ്. ഇനി നോക്കാൻ പോകുന്നത് NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, അറ്റ ദേശീയ ഉൽപ്പന്നമാണ്. ഒരു വാഹനമോ യന്ത്രമോ വാങ്ങി ഉപയോഗിക്കുമ്പോൾ വർഷം കഴിയുന്തോറും അതിൻ്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരും. അതായത് ഏതൊരു വസ്തു ഉപയോഗിക്കും തോറും ആ വസ്തുവിന് പഴക്കം, തേയ്മാനമൊക്കെ സംഭവിക്കും. ഇത്തരം തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവിനെ തേയ്മാന ചെലവ് എന്ന് വിളിക്കുന്നു.
ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ തേയ്മാന ചെലവുകൾ പരിഗണിക്കപ്പെടാറുണ്ട്. അത് മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം NNP. NNP കണക്കാക്കുന്നത് എങ്ങനെയാണ്? മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കണം. GNPയിൽ നിന്നും ഡിപ്രിസിയേഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതാണ് NNP എന്ന് പറയുന്നത്. ഇനി പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം എന്താണ് എന്ന് നോക്കാം. ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിന് നാം ഉപയോഗിക്കുന്ന മറ്റൊരു അളവുകോലാണിത്. ദേശീയ വരുമാനത്തെ രാജ്യത്തിൻ്റെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ നോക്കണം. ദേശീയ വരുമാനവും ആകെ ജനസംഖ്യയും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രതിശീർഷ വരുമാനം എത്ര എന്ന് ലഭിക്കുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് ഇനി നോക്കുന്നത്. കൃത്യമായ സ്ഥിതിവിവര കണക്കുകളുടെ അഭാവം, സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപ്പാദക ഘടകങ്ങളിൽ രേഖപ്പെടുത്താനായിട്ടുള്ള സാധ്യത, ഡബിൾ കൗണ്ടിങ് നടക്കാം. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ഒക്കെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല. സ്വന്തമായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൽ ഉൾപ്പെടുത്തത്തില്ല. വിപണിയിൽ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായിട്ട് ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. അതുപോലെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കപ്പെടുന്നില്ല. അപ്പോൾ ഇതൊന്നും ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ദേശീയ വരുമാനം കൃത്യമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുകയില്ല. ഇത്തരം പരിമിതികൾ ഉണ്ടെങ്കിലും ഇവ പരമാവധി പരിഹരിച്ചുകൊണ്ട് ദേശീയ വരുമാനം കൃത്യമായിട്ട് കണക്കാക്കുവാൻ NSO ശ്രമിച്ചു വരുന്നുണ്ട്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലെ വരുമാനം രാജ്യത്തിൻ്റെ ആകെ വരുമാനത്തെ നിർണ്ണയിക്കുന്നതിനാൽ ഓരോ മേഖലകളെയും നാം ശക്തമാക്കേണ്ടതായിട്ടുണ്ട്. ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ സംഭാവന നാം മേഖല തിരിച്ച് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഓരോ മേഖലയുടെയും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന ആ മേഖലയുടെ പ്രവർത്തന നിലവാരത്തെക്കുറിച്ച് മാത്രമല്ല, മറ്റ് മേഖലകളുമായിട്ടുള്ള പരസ്പര ആശ്രയത്തെക്കുറിച്ചും സൂചന നൽകുന്നു. ഇനി നോക്കുന്നത് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ സംഭാവനയാണ്. 2015 ജനുവരി മുതൽ NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളുടെ സംഭാവന കൃത്യമായിട്ട് കണക്കാക്കുന്നതിന് മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം ഉപയോഗിച്ച് തുടങ്ങി. ഗ്രോസ് വാല്യൂ ആഡഡ് ഉപയോഗിച്ച് തുടങ്ങി. അതിനു മുമ്പ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിലായിരുന്നു മേഖലാതല സംഭാവനകൾ കണക്കാക്കിയിരുന്നത്. GDPയിലായിരുന്നു. പക്ഷേ ഇപ്പോഴെങ്ങനെയാണ്? ഗ്രോസ് വാല്യൂ ആഡഡ് ആണ് ഉപയോഗിക്കുന്നത്. മൊത്തവർദ്ധിത മൂല്യപ്രകാരം സമ്പദ്ഘടനയിലെ ഓരോ മേഖലയുടെയും സംഭാവന താരതമ്യേന വേഗത്തിലും കൃത്യമായിട്ടും കണക്കാക്കാനായിട്ട് സാധിക്കുന്നു. ഇനി ഗ്രോസ് വാല്യൂ ആഡഡ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. മൊത്തവർദ്ധിത മൂല്യം എന്നത് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ്. ദേശീയ കണക്കിൽ മൊത്ത ഉൽപ്പന്നത്തിൻ്റെ മൂല്യത്തിൽ നിന്ന് ഇടനില ഉപഭോഗ മൂല്യം കുറച്ചിട്ടാണ് മൊത്തവർദ്ധിത മൂല്യം കണക്കാക്കുന്നത്. ഗ്രോസ് പ്രോഡക്റ്റ് വാല്യൂയിൽ നിന്ന് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസംപ്ഷൻ കുറയ്ക്കണം. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇതിനെപ്പറ്റി. മൊത്ത ഉൽപ്പന്ന മൂല്യം എന്താണ്, ഇടനില ഉപഭോഗ മൂല്യം എന്താണ് എന്ന്. ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗമാണ് ഇടനില ഉപഭോഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗ്രോസ് പ്രോഡക്റ്റ് വാല്യൂവിൽ നിന്ന് ഈ ഒരു വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസംപ്ഷൻ, ഇടനില ഉപഭോഗ മൂല്യം കുറയ്ക്കുമ്പോഴാണ് GVA നമുക്ക് കിട്ടുന്നത്. GVA കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഉൽപ്പന്നത്തിന് മേലുള്ള നികുതികളോ സബ്സിഡികളോ പരിഗണിക്കുന്നില്ല. എന്നാൽ GDP കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്നത്തിന്മേലുള്ള സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം മൊത്തവർദ്ധിത മൂല്യത്തോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു. എന്ന് വെച്ചാൽ GVAയുടെ കൂടെ ഈ പ്രോഡക്റ്റ് ടാക്സും പ്രോഡക്റ്റ് സബ്സിഡിയും കൂടെ കുറച്ച് കിട്ടുന്ന ആ ഒരു വാല്യൂ കൂടി ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് GDP കണക്കാക്കുന്നത്.
ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ കാലയളവിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയിൽ നിന്നുള്ള GVA ഗ്രാഫിൽ താഴെ തന്നിട്ടുണ്ട്. അതിനു മുന്നേ നമുക്ക് നികുതി സബ്സിഡി എന്താണ് എന്ന് നോക്കാം. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ടും നൽകേണ്ട പണമാണ് നികുതി. സാമൂഹ്യ സാമ്പത്തിക നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മേൽ ഗവൺമെൻറ് നൽകുന്ന സാമ്പത്തിക പിന്തുണയോ ആനുകൂല്യമോ ആണ് സബ്സിഡി എന്ന് പറയുന്നത്. ഇനി പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ മൊത്തവർദ്ധിത മൂല്യം GVA വിവിധ കാലയളവിൽ എങ്ങനെയായിരുന്നു എന്നാണ് ഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം. 1982 മുതലുള്ളത് കൊടുത്തിട്ടുണ്ട്. 2023 വരെയുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. കാർഷിക മേഖല എന്നത് ബ്ലൂവിലും, വ്യവസായ മേഖല റെഡിലും, ഗ്രീൻ കളറ് സേവന മേഖലയുമാണ്. 1982-83 കാലയളവിൽ കാർഷിക മേഖലയാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. കാർഷിക മേഖലയുടെ വിഹിതമാണ് കൂടുതൽ. ഇനി 2023 എടുത്തു കഴിഞ്ഞാൽ സേവന മേഖല ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം. നമ്മൾ രാജ്യത്തിൻ്റെ മൊത്തവർദ്ധിത മൂല്യമാണ് നോക്കിയത്. ഇനി നമുക്ക് സംസ്ഥാനത്തിൻ്റെ മൊത്തവർദ്ധിത മൂല്യം, മൊത്ത സംയോജിത മൂല്യം നോക്കാം. കേരളത്തിൻ്റെ മൊത്തവർദ്ധിത മൂല്യത്തിലും അതിൻ്റെ വിവിധ മേഖലകളിലുള്ള സംഭാവനയിലും കാലാനുസൃതമായുള്ള മാറ്റങ്ങൾ ഇവിടെ ഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. 2019-20 മുതൽ 2022-23 വരെയുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2019 മുതൽ 23 വരെയുള്ള കാലയളവിലും സേവന മേഖല ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണുന്നു. സേവന മേഖലയാണ് കൂടുതൽ സംഭാവന കൊടുത്തതായിട്ട് കാണുന്നത്. ഏറ്റവും കുറവ് സംഭാവന ചെയ്തിട്ടുള്ളത് കാർഷിക മേഖലയുമാണ്. ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും മൊത്തവർദ്ധിത മൂല്യത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന മറ്റ് മേഖലകളെ അപേക്ഷിച്ച് കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് നോക്കാം. ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും പുരോഗതി ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, രാജ്യത്തിൻ്റെ വ്യാപാര വാണിജ്യ മേഖലകളെ മുന്നോട്ട് നയിക്കുന്ന ബാങ്കിംഗ്, ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ വളർച്ച, ഗതാഗത വാർത്താവിനിമയ മേഖലകളുടെ വളർച്ച, വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച, അറിവധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ച, ഇതൊക്കെ കൊണ്ട് GVA വിഹിതത്തിലേക്കുള്ള തൃതീയ മേഖലയുടെ സംഭാവന വർദ്ധിച്ചു വന്നു. ഇനി നോക്കുന്നത് അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ചയാണ്. നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ ഇത് നോക്കിയിരുന്നു. ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്രദമാകുന്ന ചില വ്യക്തിഗത പ്രത്യേകതകളെയാണ് മനുഷ്യ മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവയിൽ മനുഷ്യവിഭവത്തിൻ്റെ അറിവ്, കഴിവുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ ഉൾക്കൊള്ളുന്നു. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിന് വേണ്ടി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായിട്ട് പ്രയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല. ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളും ഇന്ന് അറിവ് സമ്പദ്ക്രമം എന്ന തലത്തിലേക്ക് വളർന്നു വികസിച്ചിട്ടുണ്ട്. തൃതീയ മേഖലയുടെ ഭാഗമായിട്ട് അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളുടെ വളർച്ച ഇന്ന് വലിയ തോതിൽ നടക്കുന്നുണ്ട്. ആഗോളതലത്തിൽ സോഫ്റ്റ്വെയർ സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ വിവരവിനിമയ സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 65%-ഓളമുള്ള 35 വയസ്സിൽ താഴെ വരുന്ന ജനസമൂഹത്തിൻ്റെ മുന്നിൽ ഇതൊരു വലിയ അവസരവും സാധ്യതയുമാണ്. ഈ പശ്ചാത്തലത്തിൽ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് സാമ്പത്തികമായി മുന്നേറാനും അതുവഴി ജനക്ഷേമം വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും. അറിവധിഷ്ഠിത മേഖലകളുടെ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. കേരള സർക്കാർ ആരംഭിച്ച ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. അറിവധിഷ്ഠിത മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. വിവിധ വിദേശ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ജനസമൂഹം, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച, വിപുലമായിട്ടുള്ള സർക്കാർ, സഹകരണ, സ്വകാര്യ മേഖലകൾ, അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിപണികൾ തുടങ്ങിയവയെല്ലാം തന്നെ അറിവധിഷ്ഠിത മേഖലയെ വികസിപ്പിക്കുന്നതിനും അതുവഴി ദേശീയ വരുമാനത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന പരിപോഷിപ്പിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. 2022-23 കാലയളവിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് സേവന മേഖലയാണ് എന്ന് നമ്മൾ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കി. ഇവിടെ താഴെ വേറൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ തൊഴിൽ ഘടനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1991 മുതൽ 2020 വരെയുള്ളതാണ് ആ കാലയളവിലുള്ള ഇന്ത്യയുടെ തൊഴിൽ ഘടനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, നീല, ചുവപ്പ്, പച്ച ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ 91-ൽ ജോലി ചെയ്തിരുന്നത്, തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള മേഖല ഏതാണ്? കാർഷിക മേഖലയാണ്. അതിങ്ങനെ 2020 വരെയും കാർഷിക മേഖല തന്നെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. തൊഴിലാളികൾ കൂടുതലായിട്ടുള്ളത് കാർഷിക മേഖലയിലാണ്. അതിനുശേഷം ഉള്ളത് തൃതീയ മേഖലയാണ്. ഏറ്റവും കുറവുള്ളത് ദ്വിതീയ മേഖലയിലാണ് എന്ന് കാണാൻ പറ്റും. ദ്വിതീയ മേഖലയിലാണ് ഏറ്റവും കുറവ് തൊഴിലാളികൾ കാണുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലകൾക്കുള്ള ആപേക്ഷിക പ്രാധാന്യത്തിൽ മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ഘടനാപരമായിട്ടുള്ള പരിവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനയിലും അവ ലഭ്യമാക്കുന്ന തൊഴിലവസരങ്ങളിലും ഉണ്ടാകുന്ന മാറ്റം ആണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സംഘടിത മേഖലയും അസംഘടിത മേഖലയും എന്താണ് എന്ന് നോക്കാം. തൊഴിൽ മേഖലയിൽ സംഘടിത മേഖല, അസംഘടിത മേഖല എന്നിങ്ങനെ 2 വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കൃത്യമായ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുകയും തൊഴിലാളികൾക്ക് സുരക്ഷിതമായിട്ടുള്ള തൊഴിൽ സാഹചര്യം ഉറപ്പു നൽകുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് സംഘടിത മേഖല, ഓർഗനൈസ്ഡ് സെക്ടർ. കമ്പനി നിയമം, ഫാക്ടറി നിയമം, സൊസൈറ്റീസ് ആക്ട്, കോർപ്പറേറ്റീവ് ആക്ട് തുടങ്ങിയ ഏതെങ്കിലും നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത അവയുടെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലയാണ് ഇത്. ഏത് നിയമപ്രകാരമാണോ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആ നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകളെല്ലാം പാലിക്കുവാൻ സംഘടിത മേഖലയിലെ തൊഴിൽ യൂണിറ്റുകൾ ബാധ്യസ്ഥരാണ്. എന്നാൽ അസംഘടിത മേഖല എന്നത് ഏതെങ്കിലും ഒരു നിയമവ്യവസ്ഥയ്ക്ക് കീഴിലല്ലാത്തതോ സ്ഥിരമായ കണക്കുകൾ സൂക്ഷിക്കാത്തതോ ആയിട്ടുള്ള സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ്. സംഘടിത മേഖലയുടെയും അസംഘടിത മേഖലയുടെയും സവിശേഷതകളാണ് ഇവിടെ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. അസംഘടിത മേഖല നോക്കാം. രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിൽ മേഖലയാണ്. സ്ഥിരം തൊഴിൽ ഉറപ്പു നൽകുന്നു. താരതമ്യേന കൂടിയ ശമ്പളമാണ്. തൊഴിൽ സുരക്ഷിതത്വവും ഉറപ്പു നൽകുന്നുണ്ട്. ഇനി അസംഘടിത മേഖല നോക്കിയാൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത തൊഴിൽ മേഖലയാണ്. സ്ഥിരം തൊഴിൽ ഉറപ്പു നൽകുന്നില്ല. താരതമ്യേന കുറഞ്ഞ ശമ്പളമാണ്. തൊഴിൽ സുരക്ഷിതത്വമില്ലായ്മ ഇവിടെയുണ്ട്. തൊഴിൽ സുരക്ഷിതത്വമില്ലായ്മ അസംഘടിത മേഖലയിൽ ഉണ്ടാകും. ഇനി നമുക്ക് അസംഘടിത മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ നോക്കാം. സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങളാണ്. ദീർഘമായ തൊഴിൽ സമയമുണ്ടാകും, കുറഞ്ഞ വേതനം തുടങ്ങി ധാരാളം പ്രശ്നങ്ങൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഇത്തരം തൊഴിലാളികളെ മികച്ച മാനവ വിഭവമാക്കി മാറ്റിയെടുക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കും. കൂടാതെ ദേശീയ വരുമാനത്തിലേക്കുള്ള ഇവരുടെ സംഭാവന താരതമ്യേന കുറയുന്നതിനും സാമൂഹിക സാമ്പത്തിക അസമത്വം രൂപപ്പെടുന്നതിനും കാരണമാകും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ സംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ അപേക്ഷിച്ച് വിവിധതരം പിന്നാക്ക അവസരങ്ങളുടെ അഭാവം തുടങ്ങിയ പലതരം പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നു. ഇത് വിവിധ തരത്തിലുള്ള അസമത്വത്തിലേക്ക് നയിക്കുന്നു. ഇവ ലഘൂകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി നിയമങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് ഇനി നോക്കുന്നത്. ആദ്യം നോക്കുന്നത് അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമം 2008 ആണ്. അസംഘടിത തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം, പ്രസവ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, വിവിധ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം നൽകുന്ന നിയമമാണ് 2008 നിയമം. ഇനി നമ്മൾ നോക്കുന്നത് സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ആണ്. സംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 2020 രൂപീകരിച്ച നിയമമാണ് സാമൂഹ്യ സുരക്ഷാ കോഡ് 2020. 2008 നിയമം അസംഘടിത തൊഴിലാളികൾക്ക് മാത്രമാണെങ്കിൽ 2020 നിയമം സംഘടിത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കുള്ളതാണ്. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നവർ, വീട്ടുജോലിക്കാർ, ദിവസവേതനക്കാർ, അതിഥി തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ തുടങ്ങിയവരെല്ലാം ഈ നിയമത്തിൻ്റെ ആനുകൂല്യത്തിന് അർഹരാണ്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ, അപകട ഇൻഷുറൻസ്, പ്രസവ ആനുകൂല്യങ്ങൾ, സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം എന്നിവ ഈ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. ഇത്തരം നിയമങ്ങൾക്ക് പുറമെ തൊഴിലാളികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക, അവർക്ക് വായ്പകൾ ലഭ്യമാക്കുക,
തൊഴിൽ നിയമങ്ങൾ കൂടുതൽ അയവുള്ളതാക്കുക തുടങ്ങിയ മറ്റ് നടപടിക്രമങ്ങളും അസംഘടിത മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. അടുത്തതായിട്ട് നോക്കുന്നത് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളെ പറ്റിയാണ്. സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിച്ചിരിക്കുന്നത് പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്നാണ്. ഇവരുടെ സവിശേഷതകൾ നോക്കാം. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായിട്ട് ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുന്നു. താൽക്കാലികവും സമയബന്ധിതവുമായിട്ട് പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണ് ഇവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നു. സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ജോലി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ലഭ്യമാകുന്നു. താൽപ്പര്യമുള്ള മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കാനായിട്ട് അവസരം ലഭിക്കുന്നു. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഇന്ന് സമ്പദ്ഘടനയുടെ ഒരു പ്രധാന വിഭാഗമായിട്ട് മാറിയിരിക്കുന്നു. ഫ്രീലാൻസർമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, വിവിധ ഓൺലൈൻ ഭക്ഷ്യവിതരണ തൊഴിലാളികൾ, ഡ്രൈവർമാർ തുടങ്ങിയവർ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണങ്ങളാണ്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.